ഹായ്, എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നൊരു കാര്യം, വൈ യു ഷുഡ് ജോയിൻ എജ്യൂബിൾസ് ലേണിംഗ് 30 days CUET ക്രാഷ് ബാച്ച്. എന്തുകൊണ്ട് നിങ്ങൾ എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ 30 ദിവസത്തെ CUETയുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾ സീരിയസ് ആയിട്ട് CUET എക്സാമിനെ നോക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം ഇതിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എജ്യൂബിൾസ് ലേണിങ്ങിൻ്റെ CUET ക്രാഷ് ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വളരെ ഫുൾ ഡേ സ്റ്റഡി ഓറിയൻറ്റഡ് ആയിട്ടാണ്. ആ ഒരു സ്റ്റഡിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ 2026 CUET എക്സാം എഴുതിയിട്ട് രാജ്യത്തെ പ്രമുഖ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ നേടണം എന്ന് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ എന്നിട്ട് എജ്യൂബിൾസ് ലേണിങ്ങിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളത്തെ ഒരു ദിവസത്തെ പഠന പ്രക്രിയ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ എജ്യൂബിൾസ് ലേണിംഗ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടി രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം എന്ന് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു റൂളാണ്. 5 മണിക്ക് എഴുന്നേറ്റിട്ട് അവൻ്റെ പ്രാഥമിക കാര്യങ്ങൾ, പ്രെയർ, മെഡിറ്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അവൻ എന്താണോ 5 മണിക്ക് ഇന്ന് ഡെയിലി റൊട്ടീൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് 5:30 മുതൽ ഫ്രഷപ്പ് ആയിട്ട് 6 മണിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അറ്റൻഡൻസ് പറയുന്ന അക്കാഡമിക് മെൻറ്റർ രാവിലെ 6 മണിക്ക് തന്നെ വളരെ ഫ്രഷ് ആയിട്ട് 6 മണിക്ക് തന്നെ അന്ന് പഠിക്കാനുള്ള സ്കെഡ്യൂൾ കാര്യങ്ങളും മോട്ടിവേഷൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ എത്തിയിട്ട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിട്ട് പഠിക്കാനിരിക്കുകയാണ് ഒരു ദിവസം. ആ ഒരു സമയത്ത് 6 മണിക്ക് നമ്മൾ എന്തുകൊണ്ട് പ്രഭാതത്തിലെ ഈ പഠനം ആരംഭിക്കുന്നു ചോദിച്ചാൽ, ഏറ്റവും മോസ്റ്റ് എനർജറ്റിക് ആയിട്ടുള്ള ഒരാളുടെ മൈൻഡ് ഫ്രഷായി നിൽക്കുന്ന ഒരു സമയമാണ് മോർണിംഗ്. അതുകൊണ്ട് മോർണിംഗിൽ എത്രത്തോളം നോളജ് അയാൾ കൺസ്യൂം ചെയ്യുന്നു അത് അയാളുടെ പ്രിപ്പറേഷനിൽ വളരെയധികം എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ 6 മണിക്ക് ആരംഭിക്കുന്ന നമ്മുടെ ഒരു ഡെയിലി റൊട്ടീനിൽ 6 മണി മുതൽ 7 മണി വരെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ജനറൽ ക്ലാസ്സുകളാണ്. നമ്മുടെ ആപ്ലിക്കേഷനിൽ ജനറൽ പേപ്പേഴ്സ് ആയിട്ടുള്ള ജനറൽ ടെസ്റ്റിൻ്റെ ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകളുണ്ടാവും. ഈ ക്ലാസ്സുകളായിരിക്കും 6 മണി മുതൽ 7 മണി വരെ ഓരോ ദിവസവും വിദ്യാർത്ഥികൾ കാണുക. അത് കണ്ടിട്ട് 7 മണി മുതൽ 7 വരെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്യും. പ്രാക്ടീസ് ക്വസ്റ്റ്യന് കമ്പൾസറി ആയിട്ട് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള മോക്ക് ടെസ്റ്റുകൾ, നമ്മുടെ ആപ്ലിക്കേഷനിൽ 3 തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്. ഫൗണ്ടേഷന്, ടോപ്പിക് വൈസ്, മെഗാ ടെസ്റ്റുകൾ. ഈ ടെസ്റ്റ് അന്ന് പഠിച്ച സബ്ജക്റ്റിൻ്റെ ടെസ്റ്റ് അപ്പോൾ തന്നെ ചെയ്യും. അതിനുശേഷം നമ്മുടെ വിദ്യാർത്ഥി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 8 മണി മുതൽ 9 മണി വരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 9 മണി മുതൽ 10 മണി വരെ, 8 മണി to 9 മണിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം. ആ ഒരു സമയം അപ്പോഴേക്കൊന്ന് വിശക്കാൻ തുടങ്ങുന്ന ഒരു കാല് കുടിച്ചിട്ടാണല്ലോ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ തുടങ്ങാം. അപ്പോൾ 9 മണി മുതൽ 10 മണി വരെ അവർക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സ് വേണ്ടിയിട്ട് നോട്ട്സും ഹിന്ദു ന്യൂസ് പേപ്പറും വായിക്കാനുള്ളൊരു സമയമാണ്. ആ സമയത്ത് കുട്ടികൾ ഇത് വായിച്ചിട്ട് അതിൻ്റെ നോട്ട്സ് തയ്യാറാക്കുന്നു. ഈ നോട്ട്സ് അവർ മെൻറ്റേഴ്സിന് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞു കൂടാതെ തന്നെ എജ്യൂബിൾസ് ലേണിംഗ് സ്ട്രാറ്റജിയുടെയും കറണ്ട് അഫയേഴ്സിൻ്റെ മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ഒരു വിദ്യാർത്ഥി 5ഓളം ഡൊമൈൻസിൽ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം നമ്മൾ സെറ്റ് ചെയ്തതിന് 2 ഡൊമൈൻസ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡൊമൈൻ സബ്ജക്റ്റ് ഫസ്റ്റ് ഡൊമൈൻസ് പഠിക്കേണ്ടത് 10 മണി മുതൽ 12 മണി വരെയാണ്. അതിനുശേഷം അതിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യും 12 മണി മുതൽ 12:30 വരെ. അപ്പോൾ ആ 2 മണിക്കൂർ വളരെ കൺജസ്റ്റഡായി ഇരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള പ്രാക്ടീസും അതിൻ്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ഫ്രഷപ്പൊക്കെ ആയിട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. കുട്ടികൾ നീളെ ഇരുന്നിട്ട് മുഷിയേണ്ട. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ക്ലാസ്സുകൾ കണ്ടു നിർത്താൽ ആ ഒരു സമയത്തേക്കുള്ള ടാസ്ക് നമ്മൾ വിദ്യാർത്ഥികൾക്ക് രാവിലെ തന്നെ 6 മണിക്ക് ഗ്രൂപ്പിൽ അറിയിക്കും. ആ സമയത്ത് ഇപ്പോൾ ഇന്ന് ഫിസിക്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ലെക്ചറാണ് കാണേണ്ടതെങ്കിൽ ആ ലെക്ചർ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും, അതിനുശേഷം ആ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യുക. ആ ഒരു സമയത്ത് ടാസ്ക് ആ ഒരു ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം അവർ ഫ്രീ ആവുക. അതിനുശേഷം ലഞ്ചൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഡൊമൈൻ സബ്ജക്റ്റിൻ്റെ സ്റ്റഡി എന്ത് ചെയ്യും, 2 മണി മുതൽ 4 മണി വരെ ഡൊമൈൻ സബ്ജക്റ്റിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അവർ അതിൻ്റെ മോക്ക് ടെസ്റ്റും ഒരു ഈവനിങ് 4:30 ആകുമ്പോഴേ കംപ്ലീറ്റ് ചെയ്യും. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാട്ടോ. പിന്നെ ഈവനിങ് അവർ ഫ്രീ ആയിരിക്കണം അല്ലേ. നമ്മളൊരു ദിവസം ഫുള്ള് പഠിക്കുമ്പം എല്ലാ സമയമായിട്ട് ഇരുന്ന് പഠിക്കേണ്ട. നമ്മൾ ഈവനിങ്ങിൽ ഒരു വാക്കിനൊക്കെ പോയി ഒരു റെസ്റ്റും ഒരു ടീ ബ്രേക്കൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് ഉല്ലസിച്ച ശേഷം വീണ്ടും 7 മണിക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാണ്. സൂം വഴിയുള്ള ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട്
ആ ഒരു ലൈവിൽ നമ്മുടെ ഫാക്കൽറ്റികൾ നല്ല PYQകൾ ഡിസ്കസ് ചെയ്യും. ഈ ഒരു PYQകൾ ഡിസ്കസ് ചെയ്ത് ഒരു 8 മണി 8:30 ആകുമ്പോഴേക്ക് വിദ്യാർത്ഥികൾ ഫ്രീ ആവുന്നു. അതിനുശേഷം അതൊന്ന് 9 മണി മുതൽ 9:30 റിവിഷൻ ചെയ്ത് ടുമാറോയിലേക്ക് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ. ഇങ്ങനെയാണ് നമ്മുടെ ഒരു 30 ഡേയ്സിൻ്റെ ക്രാഷ് വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു കുട്ടികൾ എന്ത് ചെയ്യണം? അവരോട് ഡെയിലി ഹാബിറ്റ് ലിസ്റ്റ് ഗ്രൂപ്പിൽ 9:30 അപ്ഡേറ്റ് ചെയ്യുകയും വേണം. എന്തൊക്കെ? 5 മണിക്ക് എഴുന്നേറ്റു, ഞാൻ മോർണിംഗ് റൂട്ടീൻ ചെയ്തു, സ്റ്റഡി ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്തു, അതിനുശേഷം ഞാൻ മോക്ക് ടെസ്റ്റ് 1 കംപ്ലീറ്റ് ചെയ്തു, ഞാൻ സ്റ്റഡി ബ്ലോക്ക് 2 കംപ്ലീറ്റ് ചെയ്തു, മോക്ക് ടെസ്റ്റ് 2 കംപ്ലീറ്റ് ചെയ്തു, സ്റ്റഡി ബ്ലോക്ക് 3 കംപ്ലീറ്റ് ചെയ്തു, മോക്ക് ടെസ്റ്റ് 3 കംപ്ലീറ്റ് ചെയ്തു, റിവിഷൻ കംപ്ലീറ്റ് ചെയ്തു, ഇന്നത്തെ ലൈവ് അറ്റൻഡ് ചെയ്തു, ഇന്നത്തെ നാളത്തേക്ക് പ്ലാൻ ചെയ്തു. എല്ലാ വിദ്യാർത്ഥികളൊന്നും മേ ബി സ്റ്റഡി ബ്ലോക്ക് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, സ്റ്റഡി ബ്ലോക്ക് 3 ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഉറങ്ങിയിട്ടുണ്ടാവും, ഉച്ചയ്ക്ക് നല്ല ബിരിയാണി കഴിച്ചിട്ട്. പക്ഷേ അവരോട് മെൻറ്റർ കണക്ട് ചെയ്യും, കാര്യങ്ങളൊക്കെ ചോദിക്കണം. ആ ഒരു രീതിയിലുള്ള പഠന പ്രക്രിയകൾ കാര്യങ്ങളാണ് നമ്മൾക്ക് എന്തായിട്ടുള്ളത്, നമ്മൾക്ക് ഇപ്പം നിലവിൽ എലിജിബിൾ സ്റ്റഡികൾ. അപ്പം ഇഫ് യു ആർ കോൺഫിഡൻറ്റ്, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ആൻ അഡ്മിഷൻ ഇൻ എ സെൻട്രൽ യൂണിവേഴ്സിറ്റി, യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ എജുബിൾസ് ലേണിംഗ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ താഴെയുള്ള അഡ്മിഷൻ കൗൺസിലർ നമ്പർ 9746 380 365 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒട്ടും സമയം കളയാൻ നമ്മുടെ മുമ്പിൽ ഇനി വെറും ഒരു 30 ദിവസം മാത്രമേ ഉള്ളൂ. നിർബന്ധമായും ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്വപ്നങ്ങൾ പൂവണിയിക്കാം.